ഒന്നാണ്, ക്രിസ്തുവിലെന്നും ഒന്നാണ്. നമ്മൾ ഒന്നാണ്, ക്രിസ്തുവിലെന്നും ഒന്നാണ്. ഒന്നായി വിടയിരുന്നാലും നാം ദൂരെ പോയി വസിച്ചാലും, ഒന്നായി വിടയിരുന്നാലും നാം ദൂരെ പോയി വസിച്ചാലും പ്രിയേകരിലൊന്നല്ലോ. നമ്മൾ ഒന്നാണ്, ക്രിസ്തുവിലെന്നും ഒന്നാണ്. നമ്മൾ ഒന്നാണ്, ക്രിസ്തുവിലെന്നും ഒന്നാണ്. ലോകം നമ്മെ കൈവിട്ടാലും നിന്ദകളേറെ സഹിച്ചാലും, ലോകിട്ടാലും തിന്മകളേറെ സഹിച്ചാലും, ലോകം നമ്മെ വെറുത്താലും വഴിദുഷിയോരോന്നായി വന്നാലും തെല്ലുവിധം പാടില്ല, ഹൃദയൊട്ടും വ്യാകുലമാകേണ്ട മതിയെന്നാലും. നമ്മൾ ഒന്നാണ്, ക്രിസ്തുവിലെന്നാണ്, ക്രിസ്തുവിലെന്നും ഒന്നാണ്. ക്രിസ്തുവിലൊന്നായി തീർന്നവരാം നാം തെല്ലും ഇടറാൻ പാടില്ല. ഒരു മനസ്സോടെ തിരുഹിതമീ ഭൂവാസം മുഴുവൻ നിറവേറ്റാം. ക്രിസ്തുവിലൊന്നായി തീർന്നവരാം നാം തെല്ലും ഇടറാൻ പാടില്ല. ഒരു മനസ്സോടെ തിരുഹിതമീ ഭൂവാസം മുഴുവൻ നിറവേറ്റാം. ഭിന്നത വെടിയാം മുന്നേറാം, തിരുകൃപയാൽ ഐക്യം കാത്തിടാം. ഭിന്നത വെടിയാം മുന്നേറാം, തിരുകൃപയാൽ ഐക്യം കാത്തിടാം. നാമമുയർത്തിടാം. നമ്മൾ ഒന്നാണ്, ക്രിസ്തുവിലെന്നും ഒന്നാണ്. നമ്മൾ ഒന്നാണ്, ക്രിസ്തുവിലെന്നും ഒന്നാണ്. പുതിയൊരു പുലരിയുദിച്ചിടും പരനോടൊപ്പം വാണിയിടും. പുതിയൊരു പുലരിയുദിച്ചിടും നാം പ്രിയനെ നേരിൽ ദർശിക്കും. പുത്തന്റെയോടൊപ്പം വാണിയിടും. ഒന്നായി വാഴും നിത്യതയിൽ തൃപ്പാതെ വീണു നമിച്ചിടും. ഒന്നായി വാഴും നിത്യതയിൽ തൃപ്പാതെ വീണു നമിച്ചിടും. എന്തൊരു സൗഭാഗ്യം. നമ്മൾ ഒന്നാണ്, ക്രിസ്തുവിലെന്നും ഒന്നാണ്. നമ്മൾ ഒന്നാണ്, ക്രിസ്തുവിലെന്നും ഒന്നാണ്. ഒന്നായി വിടയിരുന്നാലും നാം ദൂരെ പോയി വസിച്ചാലും, ഒന്നായി വിടയിരുന്നാലും നാം ദൂരെ പോയി വസിച്ചാലും പ്രിയേകരിലൊന്നല്ലോ. നമ്മൾ ഒന്നാണ്, ക്രിസ്തുവിലെന്നും ഒന്നാണ്. നമ്മൾ ഒന്നാണ്, ക്രിസ്തുവിലെന്നും ഒന്നാണ്. ഈ ലോകത്തിൽ നാം എന്തെല്ലാം നേടിയാലും മരണസമയത്ത് അതെല്ലാം ഇവിടെ ഇട്ടേച്ച് മാത്രമേ നമുക്ക് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. അതായത് സ്വന്തം എന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നതായി ഒന്നും തന്നെയില്ല. താൽക്കാലികമായി നാം അവയെല്ലാം ഉപയോഗിക്കുന്നു, ദൈവം അത് ഉപയോഗിക്കാൻ നമുക്ക് തരുന്നു എന്ന് മാത്രം.
അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, എൻ്റെ പ്രാണനും എൻ്റെ ആയുസ്സും എൻ്റെ നേട്ടങ്ങളും എല്ലാം അങ്ങയുടെ ദാനം മാത്രമാണ്. സമർപ്പണ ബോധത്തോടെ ജീവിക്കുവാനായിട്ട് കഴിയും. 29ാമത്തെ ഗാനം ആ ആശയമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. സോങ് നമ്പർ 29. എന്നായുസും നിന്ദാനം മാത്രമല്ലോ നാഥാ, എൻ ജീവിത നേട്ടങ്ങളും നിന്ദാനമേ. ഈ എന്നിലെ വിജ്ഞാനവും വിവേകവും നന്മയതെന്നുമുണ്ടാകിലും സർവ്വവും നിൻ ദാനമല്ലോ. എൻ പ്രാണനും എന്നായുസ്സും നിൻ ദാനം മാത്രമല്ലോ നാഥാ, എൻ ജീവിത നേട്ടങ്ങളും ദാനമേ.
നിന്ദാനം മാത്രമല്ലോ നാഥാ, എൻ ജീവിത നേട്ടങ്ങളും നിന്ദാനമേ. എന്നിലെ വിജ്ഞാനവും വിവേകവും നന്മയതെന്തുമുണ്ട് നിന്ദാനം മാത്രമല്ലോ നാഥാ, എൻ ജീവിത നേട്ടങ്ങളും നിന്ദാനമേ. യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ ശ്രമിച്ചിട്ടുള്ള കവികളൊക്കെയും അവർക്ക് അത് വർണ്ണിക്കുവാനുള്ള വാക്കുകൾ കിട്ടുവാനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടാറുണ്ട്. ഇവിടെ ഇതാ ഒരു മഹാകവി പ്രകാരം എഴുതിയിരിക്കുകയാണ്: തുംഗപ്രതാപമാർന്ന ശ്രീ യേശു നായകനെ. ആ യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ, പ്രതാപത്തെ വർണ്ണിക്കുവാൻ വാക്കുകളില്ല. അത്രമാത്രം ഉന്നതനാണ് അവിടുന്ന്. ഇന്ന് അവിടുത്തെ തിരുനാമത്തിൽ നമ്മൾ കൂടി വന്നിരിക്കുമ്പോൾ നമ്മുടെ മധ്യത്തിൽ അദൃശ്യനായി ആഗതനായിരിക്കുന്ന ആ മഹത്വനായ ദൈവത്തെ, കർത്താവിനെ നമുക്ക് പാടി പുകഴ്ത്താം. സോങ് നമ്പർ 1, തുംഗപ്രതാപമാർന്ന ശ്രീ യേശു നായകനെ. തുംഗപ്രതാപമാർന്ന ശ്രീ യേശു നായകനെ, തുംഗപ്രതാപമാർന്ന ശ്രീ യേശു നായകനെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, വണങ്ങിടുന്നടിയാത്തവർ പദങ്ങളാശ്രയമേ, വണങ്ങിടുന്നടിയാത്തവർ പദങ്ങളാശ്രയമേ. തുംഗപ്രതാപമാർന്ന ശ്രീ യേശു നായകനെ, തുംഗപ്രതാപമാർന്ന ശ്രീ യേശു നായകനെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, വണങ്ങിടുന്നടിയാത്തവർ പദങ്ങളാശ്രയമേ, വണങ്ങിടുന്നടിയാത്തവർ പദങ്ങളാശ്രയമേ.
നിർമ്മലമായ രക്തം ശർമ്മത നീ ചൊരിഞ്ഞു, നിർമ്മലമായ രക്തം ശർമ്മത നീ ചൊരിഞ്ഞു, കന്മഷം പോക്കി ദുഷ്ടകർമ്മഫലത്തിൽ നിന്ന്, കന്മഷം പോക്കി ദുഷ്ടകർമ്മഫലത്തിൽ നിന്ന് വിടുത ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടുന്നേ, വിടുത ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടുന്നേ. ഗതസമേനയെന്ന തോട്ടത്തിലെത്തി ഭവാൻ, ഗതസമേനയെന്ന തോട്ടത്തിലെത്തി ഭവാൻ, രക്തം അനുഭവിച്ച, രക്തം അനുഭവിച്ച ചരിതമൊത്തിടുമ്പോൾ മനം ഉരുകിടുന്നു പരാ, ചരിതമൊത്തിടുമ്പോൾ മനം ഉരുകിടുന്നു പരാ. അന്നാസും കയ്യഫാവും ഹേരോദ് വന്നു നിന്നെ, അന്നാസും കയ്യഫാവും ഹേരോദ് വന്നു നിന്നെ, നിന്നിച്ചു പീഡ ചെയ്തതെല്ലാം സഹിച്ചുവല്ലോ, നിന്നിച്ചു പീഡ ചെയ്തതെല്ലാം സഹിച്ചുവല്ലോ, മറുത്തതില്ലതെല്ലാം റോമാഗവർണ മുന്നിലും നീ, മറുത്തതില്ലതെല്ലാം റോമാഗവർണ മുന്നിലും നീ. പേശിൽ കുലമ്പി ദുഷ്ടർ ക്രൂശിച്ചിടും പൊഴുതും, പേശിൽ കുലമ്പി ദുഷ്ടർ ക്രൂശിച്ചിടും പൊഴുതും, വാശിക്കധീരമായി തീർന്നില്ല നിൻ ഹൃദയം, വാശിക്കധീരമായി തീർന്നില്ല നിൻ ഹൃദയം. വിമല കാന്തി ചേർന്നു മുഖം വിളങ്ങി ശാന്തിയാർന്നു, വിമല കാന്തി ചേർന്നു മുഖം വിളങ്ങി ശാന്തിയാർന്നു. സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാം, നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാം, വൻപ്രാതികൂലമധ്യവും മുൻപോട്ടു യാത്ര ചെയ്യുവാൻ, വൻപ്രാതികൂലമധ്യവും മുൻപോട്ടു യാത്ര ചെയ്യുവാൻ, തിരുമുഖ പ്രകാശം ഞങ്ങൾ കരുണ നിസതതം, തിരുമുഖ പ്രകാശം ഞങ്ങൾ കരുണ നിസതതം. തത്വവിത്താമുനിയെ ദുഷ്ടലോകശനിയെ, തത്വവിത്താമുനിയെ ദുഷ്ടലോകശനിയെ, സത്യവേദധ്വനിയെ ജീവാഗമക്കനിയെ, സത്യവേദധ്വനിയെ ജീവാഗമക്കനിയെ, കരുണയിൻ ധ്വനിയെ ഞങ്ങൾ വരുന്നിതനിയെ, കരുണയിൻ ധ്വനിയെ ഞങ്ങൾ വരുന്നിതനിയെ. തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനെ, തുംഗപ്രതാപമാർന്ന ശ്രീയേശുനായകനെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, ഞങ്ങൾക്കു നന്മ ചെയ്ത കാരുണ്യവാരിധിയെ, വണങ്ങിടുന്നടിയാത്ത
തവ പദങ്ങളാശ്രയമേ വണങ്ങിടുന്നടിയാർ തവ പദങ്ങളാശ്രയമേ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് ഒരുമിച്ച് ചേർന്ന് കരങ്ങളടിച്ച് പാടി ഗാന ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. സോങ് നമ്പർ 19, 19ാമത്തെ പാട്ട്, കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല. നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ കൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല ധ്വനി മുഴങ്ങും മക്കളെ പോലെ നാം പറന്നുയരും കാണുന്നേ പ്രിയനാം മണവാളനിൽ ഭാവിക്കും സ്വർഗീയ മണിയറയിൽ പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും മക്കളെ പോലെ നാം പറന്നുയരും കാണുന്നേ പ്രിയനാം മണവാളനിൽ ഭാവിക്കും സ്വർഗീയ മണിയറയിൽ കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ കൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല മഴവാഴം വാനമേഘത്തിൽ മയങ്ങാനിനിയും സമയമില്ല മധ്യാകാശത്തിൽ മഹനീരത്തിൽ മണവാട്ടിയായി നാം പറന്നുപോകും മണവാളം വരും വാനമേഘത്തിൽ മയങ്ങാനിനിയും സമയമില്ല മധ്യാകാശത്തിൽ മഹനീരത്തിൽ മണവാട്ടിയായി നാം പറന്നുപോകും കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ കൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല ജാതികൾ ജാതിയോട് എത്തിടുമ്പോൾ ജഗത്തിൽ പീഡകൾ പെരുകിടുമ്പോൾ ജീവിത ഭാരങ്ങൾ വർദ്ധിച്ചിടുമ്പോൾ ജീവന്റെ നായകൻ വേഗം വന്നിടും ജാതികൾ ജാതിയോട് എത്തിടുമ്പോൾ ജഗത്തിൽ പീഡകൾ പെരുകിടുമ്പോൾ ജീവിത ഭാരങ്ങൾ വർദ്ധിച്ചിടുമ്പോൾ ജീവന്റെ നായകൻ വേഗം വന്നിടും കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ കൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ യേശുവിൻ ജനമേ ഒരുങ്ങുക നാം യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ
യേശുവിൻ ജനമേ ഒരുങ്ങുക നാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതയുടെ സിംഹനമോർത്തിടുമ്പോൾ തൊഴി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഹലോ, ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പന്തലിന് പുറത്തു നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് വോളണ്ടിയേഴ്സ് നിർബന്ധമായും പറഞ്ഞ് താല്പര്യമുള്ളവരെ പന്തലിലേക്ക് വിളിച്ചിരുത്തണം എന്നറിയിക്കുകയാണ്. അവിടെ നിന്ന് ശബ്ദങ്ങളുണ്ടാക്കുകയോ ഒന്നും ചെയ്യാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ എല്ലാവരും സഹകരിക്കണം. വോളണ്ടിയേഴ്സിൻ്റെ നിർബന്ധമായ ക്രമീകരണം അതിലുണ്ടാകണം എന്നറിയിക്കുക. നാളത്തെ യോഗങ്ങളെക്കുറിച്ച് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നാളെ രാവിലെ ഇവിടെ വെച്ച് തന്നെ 8 മുതൽ 9 മണി വരെയുള്ള സമയങ്ങളിൽ പ്രഭാത ധ്യാനം ഉണ്ടായിരിക്കുന്നതാണ്. നാളെ മുതൽ ശനിയാഴ്ച വരെയുള്ള സമയങ്ങളിൽ രാവിലെ 8 മുതൽ 9 വരെ ഇവിടെ ധ്യാനം ഉണ്ടായിരിക്കും. സഹോദരൻ അജോയ് ടി മാത്യു ആണ് ആ ധ്യാനത്തിൽ വചനം സംസാരിക്കുന്നത്. അതുപോലെ നാളെ രാവിലെ 10 മുതൽ 1 മണി വരെ ബ്രദറൻ സഭകളിലെ സുവിശേഷകന്മാരുടെ ഒരു സമ്മേളനം കോട്ടയം ബ്രദറൻ സഭാ ഹാളിൽ വെച്ച് ഉണ്ടായിരിക്കുന്നതാണ്. കർത്തൃദാസൻ അജോയ് ടി മാത്യു അവിടെയും ദൈവവചനം സംസാരിക്കുന്നതാണ്. ദൈവം അനുവദിച്ചാൽ നാളെ 5:30 മുതൽ 6:30 വരെയുള്ള സമയങ്ങളിൽ ബൈബിൾ പ്രഭാഷണം നടത്തപ്പെടുകയാണ്. കർത്താവിൻ്റെ ദാസൻ ചാണ്ടപ്പുള്ള ഫിലിപ്പ് അത് നിർവഹിക്കുന്നു. വീണ്ടും വരവ്, മഹാപീഡനം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ബൈബിൾ പഠനം നാളെ നടത്തപ്പെടുന്നതാണ്. അതിനുശേഷം 6:30 മുതൽ 7:15 വരെ ഗാന ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം ദൈവവചനം സംസാരിക്കുന്നതിനായിട്ട് അജോയ് ടി മാത്യു ആണ് ചെയ്യുന്നത്. അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ശുശ്രൂഷ വളരെ അനുഗ്രഹീതമായിരുന്നു. കർത്താവ് അദ്ദേഹത്തെ ഉപയോഗിച്ചു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാളെ നടക്കുന്ന എല്ലാ യോഗങ്ങളിലും നിങ്ങൾ പങ്കെടുക്കണമേ എന്ന് ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. തുടർന്ന് പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വലിയവനായ ദൈവം ഇത്രത്തോളം നമ്മെ സഹായിച്ചു. ശാന്തമായ അന്തരീക്ഷം ദൈവം തന്നു. ഈ കോട്ടയത്തിൻ്റെ ഈ പട്ടണത്തിൽ ദൈവവചനം സംസാരിക്കത്തക്ക നിലയിൽ ദൈവം അവസരം നൽകപ്പെട്ടിരിക്കുന്നു. ദൈവികമായ ക്രമീകരണങ്ങളാൽ ഇത് നടത്തപ്പെടുന്നു. എല്ലാവരുടെയും തുടർന്നുള്ള പ്രാർത്ഥനയും സഹകരണവും ഇതിനുണ്ടാകണമേ എന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ പ്രിയ പിതാവ് കർത്തൃദാസൻ ബ്രദർ എം സക്കരയാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയില്ല. ദീർഘനാൾ കോട്ടയത്തിൻ്റെ ശബ്ദമായി ദൈവിക ശബ്ദം കേൾപ്പിച്ച അനുഗ്രഹീത ദൈവഭൃത്യനാണ്. കൂടുതൽ പരിചയപ്പെടുത്തിയ സമയം കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൽ നിന്നും ദൈവവചനം നമുക്കിവിടെ കേൾക്കാവുന്നതാണ്. കർത്തൃദാസനെ ക്ഷണിക്കുന്നു. ശുശ്രൂഷയ്ക്ക് മുമ്പ് വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ബ്രദർ എം ശമുവേൽ പ്രാർത്ഥിക്കുന്നതും കർത്തൃദാസൻ വചനം സംസാരിക്കുന്നതിനും ഒടുവിലായി ബ്രദർ തോമസ് ചാണ്ടി പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് യോഗം അവിടെ അവസാനിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കും.